വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ കോതമംഗലം MA കോളേജിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ശനിയാഴ്ച രാത്രി തുടങ്ങിയ വിദ്യാർത്ഥി പ്രതിഷേധം ഞായറാഴ്ചയും ശക്തമായതോടെ മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച 5 ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിച്ചു. 2ാം വർഷ ബിടെക് വിദ്യാർത്ഥിയും അരുണാചൽ പ്രദേശ് സ്വദേശിയുമായ മിച്ചി മാർപ്പുവിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് മാനേജ്മെന്റിന്റെ തെറ്റായ നടപടികൾ മൂലമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. അങ്ങനെ അഹങ്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചത് ചുമ്മാ ഇറങ്ങി പോകണം. പിള്ളേരോട് പുറത്തിറങ്ങി ആളുകളെ വിദ്യാർത്ഥികളായ സംഭവം. കൊച്ചിയിൽ നിന്നും അനിൽ ജോർജ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനിൽ, ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റ് അംഗീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? എന്താണ് മാനേജ്മെന്റിന്റെ നിലപാട്? അരുണ്യ, പ്രതിഷേധങ്ങൾക്കൊടുവിൽ തോതിലുള്ള പ്രതിഷേധമായിരുന്നു മാനേജ്മെന്റിനും പ്രിൻസിപ്പലിനും നേരെ ഉയർന്നു വന്നത്. ഇന്ന് അവധി ദിവസമായിട്ടും കോളേജിലെ വിദ്യാർത്ഥികൾ ഏതാണ്ട് എല്ലാവരും തന്നെ കോളേജ് വളപ്പിലെത്തുകയും ശക്തമായ രീതിയിൽ ഇന്നലെ രാത്രി തുടങ്ങിവെച്ച പ്രതിഷേധം ആളിക്കത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പൊതുജനങ്ങളും അടക്കം ഈ സമരത്തിന് പിന്തുണയുമായി കോളേജിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ഉപേക്ഷിക്കാനുള്ള മാനേജ്മെന്റിന്റെ തീരുമാനം പോലും ഉണ്ടായി. മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ച അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുമെന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇത് നാട്ടുകാർ അടക്കം ചോദ്യം ചെയ്തതോടുകൂടി അവർക്ക് തിരികെ ചർച്ചയിലേക്ക് പോകേണ്ടി വന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തിനും അപ്പുറം വലിയ തോതിലുള്ള ഒരു പ്രതിഷേധത്തെ നേരിടേണ്ടി വരുമെന്ന് മാനേജ്മെന്റിന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച 5 ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നതായി വിദ്യാർത്ഥി പ്രതിനിധികളെ മാനേജ്മെന്റ് അറിയിക്കുകയും ചെയ്തത്. ഇത് രേഖാമൂലം എഴുതിത്തരണം എന്ന വിദ്യാർത്ഥികളുടെ ആവശ്യവും മാനേജ്മെന്റ് അംഗീകരിച്ചു. ഇതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് കൂടുതലായി എന്തെങ്കിലും ആവശ്യങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച എഴുതി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ എഴുതി നൽകുന്ന കാര്യം കൂടി പരിഗണിച്ച് ഓണാവധിക്ക് കോളേജ് അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങളിലെല്ലാം പൂർണ്ണമായ ഒരു തീരുമാനമെടുക്കുമെന്നും മാനേജ്മെന്റ് ഇവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്ന ഇയർ ബാക്കായ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണം എന്ന ആവശ്യം അടക്കം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതടക്കം 5 ആവശ്യങ്ങളും മാനേജ്മെന്റ് അംഗീകരിക്കുകയും ചെയ്തു. ഇതോടെ സമരം താൽക്കാലികമായി അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുണ്യ. ശരി, അനിൽ ജോർജാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.